വീടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും താഴെ ഭാഗത്ത് നമ്മുടെ പെയിന്റ് നാശാവുന്നത്. സത്യം പറഞ്ഞാൽ ആളുകൾ ചിന്തിക്കുന്നത് ഇത് എന്താണെന്ന് കാരണം അറിയാതെ പോലും ആളുകൾ നിൽക്കാറുണ്ട്. വെള്ളം താഴെ മേളിലേക്ക് നമ്മുടെ തറയിൽ നിന്നിട്ടുള്ള ചെറിയ ചെറിയ പോസിലൂടെ കയറി വരുന്നതാണിത്. വളരെ പ്രധാനപ്പെട്ട കാര്യം പവൻ തന്ന ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ പെയിന്റ് ഡാമേജ് ആയ പെയിന്റ് കമ്പനി വാറണ്ടി തരില്ല. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വ്യത്യസ്ത രൂപത്തിലുള്ള ബിസിനസ്സിനൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെയും പേജിലൂടെയൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ ഓഡിയൻസിൻ്റെ പെർമിഷനോടുകൂടി ഗ്ലാസ് ഒന്ന് വെക്കാം കേട്ടോ. കാര്യം വെച്ചാലേ 2 ദിവസമായിട്ട് കണ്ണിക്കേടാണോ അലർജി ആണോ എന്നറിയാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്ക് ഇത് പകരണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് കണ്ണിക്കേടിനുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്ന രൂപത്തിലൊരു ഗ്ലാസ് വെച്ച്. അപ്പോഴേ വീട് പണി അങ്ങനെ അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ തറയിൽ വാട്ടർ പ്രൂഫിങ്, നമ്മൾ പറയുമ്പോൾ വാട്ടർ പ്രൂഫിങ് എന്നാണ്, വാട്ടർ പ്രൂഫിങ് അല്ല ഡാം പ്രൂഫിങ് ചെയ്യേണ്ട സമയമായി. പവനെ വിളിച്ചു. പവൻ പറഞ്ഞു നിങ്ങൾ തന്നെ പരിചയപ്പെടുന്ന പ്രോഡക്റ്റ് ഉണ്ടോ, അത് പരിചയപ്പെടുത്തിയാൽ പോരെ, പിന്നെ എന്തിനാണ് മറ്റ് സാധനങ്ങൾ പരിചയപ്പെടുത്താന്ന് ചോദിച്ച് പവനോട് പവൻ അങ്ങനെ പറഞ്ഞത്. ഇദ്ദേഹത്തിന് നമ്മുടെ ചാനൽ എല്ലാ ആൾക്കാർക്കും അറിയാം അല്ലേ. ഇനി ഇതിന് നിങ്ങളെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്ത് അതിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അപ്പോൾ എന്തായാലും നമുക്കേ നമ്മളൊരു വീട് വെക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി. അപ്പോൾ ഇപ്പോൾ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ഇതൊന്നും ഫ്രീ അല്ല കേട്ടോ, അത് വേറെ കാര്യം. ആളുകൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. അത് പോട്ടെ, വർഷങ്ങളായിട്ട് തന്നെയാണ് അതന്നെ പരിപാടി. പക്ഷെ നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരുപാട് ബന്ധങ്ങൾ എന്നുള്ള ആ നെറ്റ്വർക്കിലൂടെ നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതാണ്. അപ്പം നമുക്കൊരു പണി ചെയ്യാം. ഡാം പ്രൂഫിങ്ങിന് പ്രോഡക്റ്റ് കൊണ്ടുവന്നാ നമ്മളെ വണ്ടി തന്നെ വന്നിട്ടുണ്ട്. ആ സാധനം എടുത്തോ, മോനെ പാടാ. ഇത് എന്തിനാ ചെയ്യണേ, നിങ്ങളുടെ കാഴ്ചപ്പാട് എന്തിനാ ചെയ്യണം? ഇപ്പൊ നമ്മള് ഇവിടെ ഇവാൾക്കാട് ഈ വീട്ടിൽ ചെയ്യാൻ വന്നത് DPC പറഞ്ഞ പോലെ ഡാം പ്രൂഫ് കോഴ്സ് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും താഴെ ഭാഗത്ത് നമ്മുടെ പെയിന്റ് നാശാവും. അത് സത്യം പറഞ്ഞാൽ ആളുകൾ ചിന്തിക്കുന്നത് ഇത് എന്താണെന്ന് കാരണം അറിയാതെ പോലും ആളുകൾ നിൽക്കാറുണ്ട്. ഇതിന്റെ ബേസിക് കാരണം എന്ന് പറഞ്ഞാൽ കാപ്പിലറി ആക്ഷൻ അല്ലെങ്കിൽ റൈസിംഗ് ഡാംനെസ് എന്നൊക്കെ നമ്മൾ ടെക്നിക്കൽ ടേമിൽ പറയും. വെള്ളം താഴെ മേളിലേക്ക് നമ്മുടെ തറയിൽ നിന്നിട്ടുള്ള ചെറിയ ചെറിയ പോസിലൂടെ കയറി വരുന്നതാണിത്. വളരെ പ്രധാനപ്പെട്ട കാര്യം പവൻ തന്ന ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ പെയിന്റ് ഡാമേജ് ആയ പെയിന്റ് കമ്പനി വാറണ്ടി തരില്ല അല്ലേ. നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രത്യേകത എന്താ ഒന്ന് കാണിച്ചേ. ഇത് ബിറ്റുമിൻ ബേസ്ഡ് കോമ്പോണന്റ് ആണ്, ബിറ്റുമിനസ് പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ബേസ് ഗാർഡ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്, ബേസ് ഗാർഡ് എന്നാണ് ഇത് പേര്. വാട്ടർ ബേസ് ആണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് വൈബാദ് ഗാഗറിന് നേരിട്ട് ഈ സാധനം വാങ്ങി നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതെന്താ ഗ്രേ കളർ ബിറ്റുമിനസ് പ്രൊഡക്റ്റിന്റെ ഒരു കളർ കോഡാണ് ഇത് വരുന്നത്. ഗ്ലാസ് വെച്ചിട്ടാണോ ഈ കളർ? അല്ല, ഒരു ഡാർക്ക് കളർ തന്നെയാണ് വരിക. സാധാരണക്കാർക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഒന്നും വേണ്ട, ജസ്റ്റ് ഫസ്റ്റ് കോട്ട് പ്രൈമറിൽ 1:1, അതായത് പ്രൈമർ കോട്ടിങ് നമുക്കിപ്പോ ചെയ്യാം. ചെയ്ത് കാണിക്കാം. എനിക്ക് തന്നെ അടിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് തന്നെ ചെയ്യാം, പണിക്കൂലി ലാഭിക്കാം. അതായത് നമ്മുടെ ആൾക്കറിയേണ്ടത് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ ആളുകളും ആളുകള് വീട് പണിയുമ്പോ ഇങ്ങനെ കാശ് സേവ് ചെയ്യാന്നുള്ള ആലോചിക്കണം. ഇത് വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ ഉപയോഗിക്കാൻ ചെയ്യാൻ പറ്റും അല്ലെ. വളരെ ചെറിയ റേറ്റ് ഉള്ളൂ. ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യണം അല്ലേ. ക്ലീൻ ചെയ്യാൻ ചില കോൺക്രീറ്റ് കുറച്ച് ഒന്ന് പുറത്തേക്ക് തള്ളി നിൽപ്പുണ്ടെങ്കിൽ ഏതൊരു വാട്ടർ പ്രൂഫിങ് ചെയ്യുന്ന പോലെ തന്നെ ആദ്യ സ്റ്റെപ്പ് ഇതിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസും കാര്യങ്ങളും ഒന്ന് പൊടി തട്ടി കഴിഞ്ഞിട്ട് നേരെ അപ്ലിക്കേഷൻ ആണ്. അപ്പൊ അതാണ് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റാഫ് ചെയ്യുന്നത് അതാണ്. കാരണം ഇതിന്റെ എല്ലാ പോർസിലേക്കും നമ്മുടെ കെമിക്കൽ ഇറങ്ങി ചെല്ലണം, അത്രേ ഉള്ളൂ ഇതിന്റെ ഉദ്ദേശം. അത്രേ ഉള്ളൂ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പരിപാടി ഒന്നുമില്ല. ഈ സമയത്ത് ചെയ്യാന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ചില ആളുകളെ ഇതിന്റെ പ്രൈസ് ഒക്കെ നോക്കുമ്പോ ചില ആളുകളെ ചില ലാഭിക്കും ഈ സമയത്ത്. പക്ഷെ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഇത് പെയിന്റ് ഒക്കെ അടിച്ച് എല്ലാം കഴിഞ്ഞ് പെട്ടെന്നില്ല ഒരു മഴക്കാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വെള്ളത്തിന്റെ ഇത് വന്നു കഴിഞ്ഞാൽ സാധനം മേളിലേക്ക് കയറാൻ പറ്റും. വില കൂടി ഇന്റീരിയർ ഒക്കെ ചെയ്യും ആളുകൾ. പക്ഷെ ഈ ചെറിയൊരു കാര്യം മറന്നു പോണതാണ് ഏറ്റവും വലിയ സങ്കടം. ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. നമ്മൾ തീർച്ചയായും പറയുന്നത് ബിറ്റുമിനസ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരു മിക്സ്, ഒരു കോമ്പണന്റ് നമ്മൾ ചെയ്യാന്നുള്ളത് നിർബന്ധം. ഞാൻ ചോദിച്ചിട്ടെ, ഇപ്പൊ ഒരു പക്ഷേ ഇതൊന്നും ചെയ്യാത്ത ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനുള്ള എന്തെങ്കിലും പരിഹാരം നിങ്ങൾ സോൾവ് ചെയ്യാനുള്ള പരിഹാരം ഉണ്ട്. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാല് അതൊരു പെർമനന്റ് സൊല്യൂഷൻ അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഒരു ടെമ്പററി സൊല്യൂഷൻ, അതുപോലെ ഹൈലി കോസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇതൊരു സൊല്യൂഷൻ, അതുപോലെ ഓൾറെഡി വീട്ടിൽ താമസിച്ചുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ എല്ലാവിധ
ബുദ്ധിമുട്ടുകളും നമുക്ക് അനുഭവിക്കുന്നത് ഉണ്ടാവും. അത് ആദ്യം വെച്ചാൽ കുഴപ്പമില്ല. ഒന്നുമില്ല, യാതൊരു ടെൻഷനില്ല. അതാണ് നമുക്ക് പറയാനുള്ള കാര്യം. അപ്പൊ നമുക്ക് രണ്ടും ചെയ്യാം, മിക്സ് ചെയ്തേക്കാം. പക്ഷെ എന്റെ കാഴ്ചപ്പാടില്ലേ, ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് ഇപ്പൊ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓക്കെ ഇസ് ഫൈൻ, പക്ഷെ അറിയാവുന്ന ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ച മെനക്കേടൊന്നുമില്ല. ഇല്ല അല്ലേ, അതും ചെയ്യാം, നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഡാംഷൂർ വന്ന് പൂർണ്ണ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു കൊടുക്കുകയും ചെയ്യും. അത് ചെയ്യുവോ? അതെ. അങ്ങനെ സ്ക്വയർ ഫീറ്റ് എത്ര നിങ്ങൾ? ചെറിയ റേറ്റ് 45 രൂപ റേഞ്ചാണ് ഒരു സാധാരണ സ്ക്വയർ ഫീറ്റ്. നമ്മൾ ചെയ്യുന്ന സ്ക്വയർ ഫീറ്റ്, വീടിന്റെ സ്ക്വയർ ഫീറ്റ് അല്ല കേട്ടോ. 2000 സ്ക്വയർ ഫീറ്റിന്റെ വീടാണെങ്കിൽ 2000 × 45 അങ്ങനെയല്ല വരിക ഇതിന് റേറ്റ്. സാധാരണ ടെറസിനൊക്കെ കൊടുക്കുന്ന റേറ്റ് പോലെ അല്ല ഇത്. നമ്മൾ ചെയ്യുന്ന ഏരിയക്ക് നമ്മൾ വന്നിട്ട് മെഷർ ചെയ്യും. ഓ അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അപ്രോക്സിമേറ്റ്ലി ഇത്രയും ഒരു ആവറേജ് വീടിന് 1000 മാക്സിമം ഒക്കെ വരുള്ളൂ നമുക്ക്. ഓക്കെ അസിൽ ഭായ്, ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്യാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അതിനെന്താ, നമ്മൾ എന്ത് ജോലിയും ചെയ്യുമോപ്പാ, നമുക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല. പണിക്കൂലി ലാഭിക്കാൻ എനിക്ക് ഭാഗം. പെയിന്റ് അടിക്കുന്ന പോലെ അത്രേ ഉള്ളൂ. ഫില്ല് ചെയ്ത് കൊടുക്കുക, മാക്സിമം ഫില്ല് ചെയ്ത് പോവാ. അതാണ് ഈ ഗ്യാപ്പിലൊക്കെ ഗ്യാപ്പിൽ പരമാവധി ഫില്ല് ചെയ്ത് അങ്ങനെ വെള്ളത്തിനെ കയറ്റി വിടരുത്. യെസ് അല്ലേ, എല്ലാ ഗ്യാപ്പിലും നമ്മുടെ കെമിക്കൽ കയറി പോട്ടെ. പവൻ അപ്രൂവ്ഡ് ആണ് കേട്ടോ, സാധനം പവൻ അപ്രൂവ്ഡ് ആണ്. ഇത് എനിക്ക് പിന്നെ ഇതിനകത്ത് യാതൊരു ടെൻഷനില്ല. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും പവൻ അപ്രൂവ്ഡ് ആണ്. പവൻ എത്ര സൈഡിൽ ചെയ്യുന്നുണ്ട്? പവൻ സാറിന്റെ കഴിഞ്ഞ ഒരു 2 സീസണോളായിട്ട് കംപ്ലീറ്റ് വർക്കുകളും ഡാംഷൂർ ആണ് ചെയ്യുന്നത്. ആ ഒരു സന്തോഷം കൂടി നമ്മൾ ഇവിടെ അറിയിക്കുകയാണ്. ഇബാദ്ക ത്രൂ നമ്മൾ ഡയറക്ട്ലി ഏതൊരു B2B എഞ്ചിനീയേഴ്സിനെയും കാണുന്ന പോലെ തന്നെ കണ്ടു. അതിന് ശേഷം പവൻ സാറിന് ബോധ്യപ്പെട്ടതിന് ശേഷം നമുക്ക് അവസരം തന്നു. അല്ല, പവന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി പറയണെങ്കിലേ, ഞാൻ പറഞ്ഞോണ്ടൊന്നും പവൻ കേൾക്കുന്നില്ല. അയാള് സയന്റിഫിക്കലി കാര്യങ്ങൾ പഠിച്ചിട്ട് അയാൾ ചെയ്യുന്നതായ പോളിസിയും കാര്യങ്ങളും. അതാണ് അയാളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. ഇത് എത്ര കോട്ട് അടിക്കണ്ടേ? ഇത് നമ്മൾ ആദ്യം ഇപ്പൊ ഈ ചെയ്യുന്നത് പ്രൈമർ കോട്ടാണ്. ഇപ്പൊ അതൊക്കെ ഇപ്പൊ മിക്സ് ചെയ്ത് ചെയ്യുന്നത്, വെള്ളവും നമ്മുടെ കെമിക്കലും കൂടി ചെയ്തിട്ട്. ഇത് കഴിഞ്ഞിട്ട് 2 കോട്ട്. സാധാരണഗതിയിൽ ഒരു 1.5 ദിവസം, നല്ല ക്ലൈമറ്റ് ഉള്ള ഒരു 1-1.5 ദിവസം ഉണ്ടെങ്കിൽ ഒരു സാധാരണ വീടിന്റെ പണി തീർക്കാനും പറ്റും. കാരണം ആളുകൾക്കുള്ള സംശയം അതൊക്കെയാണ്. പിന്നെ ആ വർക്ക് കഴിഞ്ഞ് ഒരു 1.5 ദിവസം ഈ പറഞ്ഞ പോലെ ഒരു ക്യൂറിങ്ങിനും കൊടുക്കുക. അത്രയും മതി. അത് കഴിഞ്ഞ് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യാം. ആസിൽ ഭായ്, പ്രൈമർ അടിച്ചു കഴിയുമ്പോ ഇതിങ്ങനെ മൊത്തത്തിൽ ഒരു ബ്ലാക്ക് കളറായിട്ടാണ് കാണുന്നത് അല്ലേ? അതെ, ബിറ്റുമിനസ് കോട്ടിങ്ങിന്റെ ഒരു കളറാണ്. നമ്മുടെ ആളുകൾക്ക് ഒരു ടെക്നിക്കൽ പ്രശ്നമുണ്ട്. ഇത് വാട്ടർ പ്രൂഫിംഗ് അല്ല കേട്ടാ, ഡാം പ്രൂഫിംഗ്, DPC. അപ്പൊ നിങ്ങൾ ചോദിക്കും അന്ന് നിങ്ങളുടെ വീട്ടിൽ ചെയ്ത ആ വാട്ടർ പ്രൂഫിംഗ് ചെയ്ത ആളുടെ നമ്പർ, അപ്പൊ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ ചോദിക്കണം കേട്ടോ, അല്ലേ? യെസ്. അപ്പൊ നമുക്കൊരു പണി, ഇത് അടിച്ചേക്കട്ടെ. തീർച്ചയായും ഇത് അടിച്ചേക്കാം. ഓ, ഈ കളറിൽ നിൽക്കും അല്ലേ? ഈ കളറിലാണ് വരിക. ഇത് എത്ര കോട്ട് അടിക്കണം നമുക്ക്? ഇത് 2 കോട്ടും കൂടി. അതായത് ടോട്ടലി നമ്മൾ പ്രൈമറും ഈ 2 കോട്ടും കൂടി ടോട്ടൽ 3 ലെയർ. ശരി. ഈ ബാത്റൂം ഒക്കെ ചെയ്യുന്ന സമയത്ത് പവനൊന്ന് കൊണ്ടുവരണം. തീർച്ചയായും. ഈ വീടിന്റെ ഓരോ സ്റ്റേജിലെ വാട്ടർ പ്രൂഫിങ്ങും ബാധിക്കാന്റെ വലിയ സന്തോഷം സത്യം പറഞ്ഞാൽ ഡാംഷൂറിന് അതാണ്. അതായത് ഇബാദിക്ക വീടിന്റെ ഒരു പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഡാംഷൂർ ആയിരിക്കും അവിടുത്തെ വാട്ടർ പ്രൂഫിങ്. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മോട് ഇങ്ങോട്ടാ ചോദിച്ചത്. ഓരോ സ്റ്റേജും വില കൂട്ടരുതെന്ന് അറിയാൻ വേണ്ടിട്ടാണ്. അപ്പൊ എന്നാലും സന്തോഷം. ആയിക്കോട്ടെ. അപ്പൊ എല്ലാവരും ആശംപടച്ചോൻ അനുഗ്രഹിക്കട്ടെ. നമ്മളെ പരിചയപ്പെടുത്തിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അവർ നല്ല രൂപത്തിൽ ബിസിനസ് ഉണ്ട് എന്ന് അറിയുമ്പോൾ നമുക്ക് സന്തോഷം. നമുക്ക് ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടണം. കൂടെ എപ്പോഴും സഹചാരിയാണ് സഫീർ ഭായ്. പിന്നെ പണ്ട് ഞങ്ങളുടെ വീഡിയോയിൽ വന്നൊരു ലേബറിന് ഇപ്പൊ കിട്ടുന്നില്ല. ആളുടെ അണ്ടറിൽ 110 പണിക്കാരായി ഹെഡാണ്. എന്നാലും എല്ലാവരും പഠിച്ചു ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവിധ ആശംസകളും കൊണ്ടുപോവാ. ഒന്നും കുഴപ്പമില്ലപ്പാ. സന്തോഷം. അപ്പൊ അഭിഷ് ഭായ്, അപ്പൊ എന്തായാലും ഞാൻ നമ്പർ കൊടുക്കാം. നിങ്ങൾ നമ്മുടെ കുടുംബാംഗമാണ്. ഇത് നല്ല റിസോർട്ട് അടിച്ചോണ്ടിരിക്കാൻ. അതാണ് DPC. വളരെ ഈസിയാണ് ഈ ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ. ഈ കാര്യം ചെയ്യാൻ വളരെ ഈസിയാണ്. അതിപ്പോ വിഭാഗം കണ്ടില്ല, വിഭാഗം നിർത്തുന്നില്ല ഇപ്പൊ പണി. നിങ്ങൾക്ക് തന്നെ വാട്ടർ പ്രൂഫ് ചെയ്യാം അല്ലേ? യെസ്, അതെ.